ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ മാത്യു. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് MI ബാൻഡ് 4ൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിങ്ങിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയാം, ഡോണി ബ്രോ ആയിരുന്നു ഇത് കഴിഞ്ഞ വീഡിയോസെല്ലാം ചെയ്തിരുന്നത്. അവൻ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കാനഡയിൽ പോയതുകൊണ്ട് ഇനി ഹോം അലോൺ ഗൈഡിലെ വീഡിയോകൾ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ നമുക്ക് MI ബാൻഡ് 4ൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഇതാണ് MI സ്മാർട്ട് ബാൻഡ് 4ൻ്റെ ബോക്സ് പാക്കേജ്. ആൻഡ് MI ബാൻഡ് 3 അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ അപ്ഡേറ്റഡ് ആയ ഒന്നാണ് ഇപ്പോൾ MI ബാൻഡ് 4 ഇറക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ അമോൾഡ് കളർ ഡിസ്പ്ലേ ആണ്. മാത്രമല്ല ഹെർട്ട് റേറ്റ് മോണിറ്റർ ഉണ്ട്. വാട്ടർ പ്രൂഫ് അപ് ടു 50 മീറ്റേഴ്സാണ്. മാത്രമല്ല മറ്റു ബാൻഡുകൾക്കില്ലാത്ത ഒരു അപ്ഡേഷനും കൂടെ MI ബാൻഡ് 4 വന്നിട്ടുണ്ട്. അത് മ്യൂസിക് കൺട്രോൾ. നമുക്ക് ഈ ബാൻഡ് യൂസ് ചെയ്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം, വോളിയം കുറയ്ക്കാം, വേറെ മ്യൂസിക്കിലേക്ക് മാറ്റാം. അങ്ങനെയുള്ള എല്ലാം ഇതിലുണ്ട്. ഇപ്പം MI ബാൻഡ് 4ൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ MRP റേറ്റ് തന്നിരിക്കുന്നത് 2499 രൂപയാണ്. ഞാനിത് MI സ്റ്റോർ വഴി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വരുത്തിയതാണ്. എനിക്ക് ഞാൻ കൊടുക്കേണ്ടി വന്നത് 2399 രൂപയാണ്. അതായത് 2300 രൂപയ്ക്കാണ് എനിക്ക് ഈ ബാൻഡ് ലഭിച്ചത്. ഇത് മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചറിങ് ജൂലൈ 2019 ഈ ബാൻഡിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാൻഡിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഗൈസ് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പം ഇതാണ് MI ബാൻഡ് 4. ഇതാണ് നമ്മുടെ ബാൻഡ്. നമുക്ക് ബാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇതിനകത്ത് എന്നൊക്കെയുള്ളത് നോക്കാം. ഓക്കെ, ഇതിനകത്തൊരു യൂസർ മാനുവലാണ്. അപ്പം നോക്കണ്ട. ഇനി അടുത്ത ഒരു ചാർജിങ് പോർട്ടാണെന്ന് തോന്നുന്നു. ചാർജിങ് പോർട്ടാണ്. MIയുടെ ബാൻഡ് 3 ഉള്ള പോലെ തന്നെ ഉള്ളൊരു ചാർജിങ് പോർട്ടാണ്. വേറൊന്നും റിക്കവറി കാണുന്നില്ല. നമുക്ക് ഇവിടെ. അപ്പം ഇതാണ് നമ്മുടെ ബാൻഡ് 4. നമുക്ക് ഇതാണ് നമ്മുടെ ബാൻഡ് 4. കണ്ടല്ലോ, കളർ ഡിസ്പ്ലേ ആണ്. MI ബാൻഡ് 3 അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു ബാൻഡാണ്. നമുക്കിതൊന്ന് കെട്ടി നോക്കാം. MI ബാൻഡ് 3ൽ സ്ട്രാപ്പിൻ്റെ ഡോട്ടിന് ഇത്രയും ഡോട്ട് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഈ ചെറിയ കൈ ഉള്ളവർക്കൊക്കെ കെട്ടിക്കഴിയുമ്പം ഈ ഇടിവളയൊക്കെ ഇട്ട പോലെ ഭയങ്കര ലൂസായിരിക്കും. പക്ഷേ ഇത് കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് വലിപ്പക്കുറവുള്ളവരുടെ കൈക്ക് വലിപ്പക്കുറവുള്ളവർക്ക് മറ്റേ മാച്ചായ സ്ട്രാപ്പാണ് ഇപ്പം MI ബാൻഡ് 4. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാം, കുഴപ്പമില്ല. ഇതാണ് MI ബാൻഡ് 4. ഓരോ സ്പെസിഫിക്കേഷൻ നോക്കാം. സ്റ്റാറ്റസ് ഉണ്ട്, നമ്മുടെ ഫുഡ് സ്റ്റെപ്സ്, അങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസ്, കലോറീസ്, അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസ് പറയുന്നത്. പിന്നെ ഹെഡ് റേറ്റ് ഉണ്ട്, നമ്മൾ ഹെഡ് റേറ്റ്. പിന്നെ വർക്കൗട്ടിൽ MI ബാൻഡ് 3 അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഔട്ട്ഡോർ റണ്ണിങ്ങിൻ്റെ ഉണ്ട്, പിന്നെ ട്രിൽമിൽ, പിന്നെ സൈക്ലിംഗ്, വാക്കിംഗ്, എക്സസൈസ് ആൻഡ് ഓൾസോ സ്വിമ്മിങ്, പൂൾ സ്വിമ്മിങ്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സിലേക്ക് പോകാം. ആദ്യം തന്നെ 0.95 ഇഞ്ച് ഡിസ്പ്ലേ ആണ് MI ബാൻഡ് 4 പ്രൊവൈഡ് ചെയ്യുന്നത്. 2.5D ഗ്ലാസ് ആൻഡ് ഓൾസോ 2.5D ഗ്ലാസ്. പിന്നെ അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 135 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. അത് 20 ദിവസത്തേക്ക് ഇതുണ്ട്. 20 ദിവസത്തേക്കാണ് അതിൻ്റെ 20 ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ സ്ട്രാപ്പാണ്. മാത്രമല്ല ഇതിൻ്റെ വേരിയൻറ്റ് കളർ ചേഞ്ചസിലുള്ള സ്ട്രാപ്പ് നമുക്ക് ഓൺലൈനിൽ ലഭിക്കും, നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇതിൻ്റെ റോം എന്ന് പറയുന്നത് 16 MB റോമാണ് ഇതിനുള്ളത്. പിന്നെ റാം എന്ന് പറയുന്നത് 512 KB ആണ് ഇതിൻ്റെ റാം.
പിന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ ഡീമെറിറ്റ്സ് ആയി പറയുകയാണെങ്കിൽ ഇത് ഗ്ലോബലി NFC പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം NFC ഇല്ല. മാത്രമല്ല ഇതിൻ്റെ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് സ്ട്രാപ്പിൽ നിന്ന് നമ്മൾ ഇത് ഊരണം. അതെനിക്കൊരു ഡിഫോൾട്ടായിട്ട് തോന്നുന്നു. മാത്രമല്ല ഇത് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അത് സ്റ്റെപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം ഇറങ്ങുന്ന എല്ലാ ബാൻഡുകൾക്കും അങ്ങനെ തന്നെയാണ്. അതൊരു അപ്ഡേഷൻ ഇതിലും അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് ഇപ്പം ഇതിൻ്റെ ദോഷങ്ങൾ. പക്ഷേ ഒരിക്കലും MI Band 4 മോശമായൊരു ബാൻഡല്ല. ബാക്കി ഇതുവരെ ഇറങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചൊരു ബാൻഡ് തന്നെയാണ് MI Band 4. മ്യൂസിക്കിൻ്റെ അതൊരു അപ്ഡേഷൻ വന്നു. മാത്രമല്ല ഇൻകമിങ് കോളിൻ്റെ ഇതും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ MI Band 4 മികച്ച ബാൻഡ് തന്നെയാണ്. നമ്മുടെ MI Band 4ൻ്റെ റിവ്യൂ ആൻഡ് അൺബോക്സിങ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതെൻ്റെ ആദ്യ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകൾ ഇതിലുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം നല്ല മനസ്സോടു കൂടി ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഐ എം സൈനിങ് ഓഫ് വിത്ത് ക്യാമറ മച്ചാൻ ജെറി. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ